ഈ അമ്മയുടെ ഒരു കാര്യം കണ്ട നിമിഷം മുതൽ ഇപ്പൊ വരെ അത്ഭുതങ്ങളുടെ ഒരു സഞ്ചി കൈ പിടിച്ച എന്റെ മുന്നിൽ നിൽക്കുന്നത്. അത് നിത്യേച്ചിയുടെ മുമ്പില്. എന്റെ മുമ്പില് വരുമ്പോ അമ്മയുടെ കയ്യില് സഞ്ചിയുമില്ല, ഒന്നുമില്ല. ആ, അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. നിത്യേച്ചി, ഇതെനിക്ക് തന്നേക്കോ? നിത്യേച്ചിയുടെ ഒരു പ്രസന്റ് ആയിട്ട്. നിനക്കിത് തരുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അമ്മയോട് ചോദിക്കണം, അമ്മ സമ്മതിക്കണം. അപ്പൊ പിന്നെ നടന്നത് തന്നെ. നമുക്ക് യോഗം ഇല്ലേ? ആരോട് ചോദിച്ചിട്ട് എന്റെ മുറി കയറിയത്? നിന്റെ മുറിയോ? ഇന്നലെ രാത്രി ഇത് നമ്മുടെ മുറിയായിരുന്നല്ലോ. എന്നെ ക്ഷണിച്ച് നീ കിടത്തിയ മുറിയായിരുന്നില്ലേ ഇത്? അപ്പൊ പിന്നെ എനിക്ക് അധികാരം ഇല്ലാതിരിക്കും? ഹരിയേട്ടൻ എന്തിനാ ഈ പണം എടുത്തേ? ഇത് തന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ പണം എന്റേതാ. ഈ പണം നിന്റേതായനെ. ഇന്നലെ നീ ചെയ്ത ചതി ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ. പക്ഷെ ഇതിപ്പോ അറിഞ്ഞു പോയല്ലോ. അവരുടെ ഓഫീസിൽ പോയി ഞാനിത് തിരിച്ചു കൊടുത്തേക്കാം. ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? ഞാൻ അറിയാതെ നീ എന്നെ വിൽക്കാൻ നോക്കിയ കാശായത്. അതിൽ നിനക്ക് ഒരു അവകാശവും ഇല്ല. പറഞ്ഞത് സിനിമക്കാരോട് സംസാരിച്ചത് നിങ്ങളല്ലോ, ഞാനല്ലേ? കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വീണ, നീ കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല, ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. വീണ, കൈയെടുക്കാനാ ഞാൻ പറയുന്നത്. ഹരിയേട്ടാ, എന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നത്, എന്റെ ഭാവിയെ നശിപ്പിക്കുന്നത്. വീണ, നിന്റെ ഭാവി ഭൂതം വർത്താനൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദി നീ മാത്രമാ. എനിക്ക് ആരുടെയും ബാധ്യതക്കാരനാവാൻ പറ്റില്ല. ഈ പണവും കൊണ്ട് ഹരിയേട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാനാ പറയുന്നേ. നോക്ക്, അമ്മാവൻ ഈ വീട്ടിൽ ജീവനോടുള്ളതുകൊണ്ട് എന്റെ ശബ്ദം പൊങ്ങാതെയും നിയന്ത്രണം വിടാതെയും ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് കരുതി നീ കാണിക്കുന്നതെന്തും ക്ഷമിച്ചു തരുന്നവനാണ് ഈ ഹരിയെന്ന് വിചാരിക്കരുത്. നീ എന്നോട് പെരുമാറിയതിന് കൃത്യമായി കണക്ക് ചോദിക്കാനും പകരം വീട്ടാനും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എപ്പോഴും പറയാറുള്ളത് പോലെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതോർത്ത് ഞാൻ ക്ഷമിക്കുക. ഒരുപാട് പരീക്ഷിക്കരുത് തന്നെ, കേട്ടോടി.
ഹലോ PKG മൂവീസ്. ഞാൻ വീണയാ. ഏത് വീണ? കഴിഞ്ഞ ദിവസം ഒരു കവിതയുടെ കാര്യത്തിന് വന്നില്ലേ? ഓ, പറയൂ വീണ. ഹരിയേട്ടൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. വീണ ആള് കൊള്ളാലോ. കാര്യങ്ങൾ ശരിയാക്കാം, എഗ്രിമെന്റ് ഒപ്പിടിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഹരി നേരെ ഓഫീസിലേക്ക് വരുവാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാവും. ഹരിയേട്ടൻ വരുന്നത് പണം തിരികെ തരാനാ. ഹരിയേട്ടൻ സമ്മതിച്ചില്ല. എഗ്രിമെന്റ് അടക്കം കീറിക്കളഞ്ഞു. എന്തൊക്കെ വീണ ഈ പറയുന്നേ? ഐ എം സോറി. എന്ത് സോറി? വീണ പ്രൊഡ്യൂസർക്ക് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്ത ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാം. അതൊന്നും വേണ്ടി വരില്ല. ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ PKG സാർ സംസാരിച്ചോളും. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്റെ പൊന്നു മോളെ, നിനക്കൊരു കാര്യം അറിയാമോ? വർഷങ്ങളായിട്ട് ഞാൻ PKG സാറിന്റെ കൂടെ നടക്കുന്നതാണ്. സാറിന്റെ പ്രതികരണം ഇന്ന് വരെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. സാറിന് നേട്ടമില്ലാത്ത ഒരു കാര്യത്തിനും സാറ് പണം മുടക്കില്ല കുട്ടി. എന്നൊക്കെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ ആലോചിക്കായിരുന്നില്ലേ? എനിക്കൊന്നും പറയാനില്ല. സാർ എന്ത് തീരുമാനിക്കുന്നോ അതേ നടക്കൂ. സാറിപ്പോൾ ഇങ്ങ് എത്തും. ഹരി വരുമ്പോൾ സാർ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. എന്ത് നടന്നാലും എനിക്കിതിൽ ഒരു പങ്കുമില്ല. പ്ലീസ്, നിങ്ങൾ സാറിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഐ ആം വെരി സോറി. ഞാൻ അതിന് ശ്രമിക്കില്ല. ശ്രമിച്ചിട്ട് കാര്യവും ഇല്ല. ഞാനൊരു കാര്യം പറയും. സാറിന് വീണ ഒരു എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാർ അതിന്റെ വില ചോദിച്ചിരിക്കും. അതെന്താണ്, എത്രയാണെന്നുള്ളൊക്കെ ഭഗവാന് മാത്രമേ അറിയൂ. സർ പ്ലീസ്. താൻ ഫോൺ വെച്ചോ. വലിച്ചു നീട്ടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കുരുക്കാനുള്ള കയറ് സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാറ് കഴുത്തി തന്നെ കുരുക്കിയിരിക്കും. പിന്നെ എല്ലാം തന്റെ വിധി. ഹലോ ഹലോ. അതെ, ഇത് വീടിന്റെ പിന്നാമ്പുറത്ത് എവിടെയെല്ലാം കൊണ്ട് വിരിച്ചോടെ. എന്താ? ഓ, അപ്പം നിന്റെ ശ്രദ്ധ എവിടെയൊന്നും അല്ല. ഞാനൊരു ജോലി ചെയ്യുവല്ലേ, ഏട്ടനത് കണ്ടൂടെ? ഏട്ടൻ ചോദിച്ചത് എന്താന്ന് ഞാൻ കേട്ടില്ല. ഇവിടെ തുണി വിരിക്കണ്ട, തുണി അകത്ത് കൊണ്ടിട്. ഇല്ലെങ്കിലേ വീടിന്റെ പിന്നാമ്പുറത്ത് വിരിച്ചാൽ മതി. ഇവിടെ നല്ല വെയിലല്ലേ, പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നിത്യേച്ചി വെയിലത്ത് നിന്ന് ഉണങ്ങോന്നോർത്തല്ലേ ഏട്ടന് ടെൻഷൻ. നിത്യേച്ചി വാടിപ്പോകുന്നോർത്തിട്ടായിരിക്കും അല്ലേ ഏട്ടാ? ഇത് ഇവിടുന്ന് മാറ്റിയിടുന്നുണ്ടോ? ഞങ്ങളോട് ഇതിവിടെ വിരിച്ചാൽ മതിയെന്ന് അമ്മയാ പറഞ്ഞത്. അമ്മ പറഞ്ഞാ മാറ്റിക്കോളാം. അമ്മയോട് പറയും. ഓ, എന്തെങ്കിലും ചെയ്യും. അയ്യോ അയ്യോ, എന്തുപറ്റി? കാലിന് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. ആർക്കും ഒന്നും പറ്റാതെ നോക്കിയാൽ മതി. ഓ, ഏട്ടൻ രാവിലെ തന്നെ നല്ല കലിപ്പിലാണല്ലോ. നീ വേഗം ആ ഡ്രസ്സ് വിരിക്കാൻ നോക്ക്.
ജ്യോതി, ഓരോ മനുഷ്യനും അവരുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് ഏത് പ്രായത്തിലാണെന്നറിയോ? ലക്ഷ്യം തീരുമാനിക്കാൻ പ്രായം വല്ലതും ഉണ്ടോ? ഉണ്ട്. പഠിക്കുന്ന പ്രായത്തിലാണ് ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നിട്ട് ആ ലക്ഷ്യം നേടാൻ വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കണം. ആകർഷണമുള്ള മറ്റു പലതും നമ്മുടെ മുന്നിലുണ്ടാവും, നമ്മളെ കടന്നു പോവും. അവിടേക്കാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റും. ഞാനിവിടെ വന്ന് കയറിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എൻ്റെ കണ്ണിൽ കാണുന്നതിൻ്റെ കാര്യങ്ങൾ അമ്മയോട് പറയാനുള്ള ബാധ്യതയും എനിക്കുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അതു പിന്നെ നിത്യേച്ചി വേറെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. ഇങ്ങനെ ചുറ്റി വളച്ചു പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് പിന്നെ ഞാൻ നേരിട്ട് തന്നെ പറയാം. അത് വേണോ? അയ്യോ നിത്യേച്ചി, ഞാൻ പോയി ക്ലിപ്പ് എടുത്തിട്ട് വരാവേ. யாரது? ஜீவா சார். ஹலோ. ആ ശരവണ, என்ன சாரே? നീ വീട്ടിലുണ്ടോ? ஆமாம் இருக்கு சார். നിത്യം ചോദ്യം എന്തെടുക്ക? அவர் முட்டை தானே இருக்கு. അവരവിടെ തന്നെ ഉണ്ടോ? ஆமாம், நான் பார்த்தேன். ஃபோன் கொடுக்கணுமா? വേണ്ട. ஏதாவது ப்ராப்ளம் இருக்கா சார்? എന്ത് പ്രോബ്ലം? നീ എന്തിനാടാ ഇതൊക്കെ ചോദിക്കുന്നത്? சாரி சார். ഞാൻ വിളിച്ചതേ അവരോട് പറയണ്ട, മനസ്സിലായോ? ஆமாம், இங்கே இருந்தாலும் சுயரும் இல்லையா, வயிறுந்தாலும் சுயரும் இல்லையா, என்ன மனித இது? മനു, ഒന്നിങ്ങ് വരുമോ? എന്താ ചേച്ചി? പഠിപ്പൊക്കെ എങ്ങനെ നടക്കുന്നു? അടുത്ത മാസം എക്സാമാ, അതുകൊണ്ട് പഠിച്ച പടിയില്ല. ഞാൻ കണ്ടു ടെറസിൽ നടന്ന് പഠിക്കുന്നത്. മുറിയിലിരുന്ന് പഠിച്ചൂടെ മനുവിന്? വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പഠിക്കുമ്പോൾ അതിനു വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ വേണമല്ലോ. ടെറസിൽ നടക്കുമ്പോൾ ചുറ്റും ശബ്ദങ്ങളുണ്ടാവും. എല്ലാ കാര്യത്തിലേക്കും ശ്രദ്ധ തിരിയും. അതുകൊണ്ട് ചോദിച്ചതാട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ചേച്ചി പറഞ്ഞത് ശരിയാ. പക്ഷേ അവിടെ എന്താ കുഴപ്പമെന്നറിയോ? എൻ്റെ മുറിയിൽ വേറെ രണ്ടുപേരുണ്ട്. അവർ പഠിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും ഒക്കെ വെവ്വേറെയാ. അവർ ലൈവായിരിക്കുമ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല.
സോ ഞാൻ ടെറസിലേക്ക് പോകും. എൻ്റെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ നോക്കിയാൽ മതിയല്ലോ. വേറെ ഒന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് ചേച്ചി. അത് നടത്തിയെടുക്കാൻ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. അതിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ. ലക്ഷ്യം നേടുന്നതുവരെ എൻ്റെ മനസ്സ് ഒരു കാര്യത്തിലേക്കും വ്യതിചലിക്കില്ല. എങ്കിൽ നന്നായി. വളരെ അപൂർവമായിട്ടാ മനുവിനെ പോലെ ഉറച്ച തീരുമാനമുള്ളവരെ കാണുന്നത്. നീ എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ആരൊളിഞ്ഞു നോക്കി? ഓഫീസിൽ പോയില്ലേ നീ? ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ. നിത്യയുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതാ തിരിച്ചു വന്നേ. അതിന് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? വാ. എന്നാ ശരി ചേച്ചി. ആ. ഗുഡ് മോർണിംഗ് ആൻറ്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. നിത്യേച്ചി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. ശരി എന്നാ. എന്തുപറ്റി? എന്ത് തിരിച്ചു വന്നേ? കാർ എവിടെ? കാറ് പുറത്തുണ്ട്. മോളോട് എന്തോ കാര്യം പറയാൻ മറന്നിട്ട് തിരിച്ചു വന്നതാണെന്നാ പറഞ്ഞത്. അമ്മേ, എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് അകത്തേക്ക് വാ. എന്തുപറ്റി? അത് ഈ ഓഫീസിൽ ചെന്നിരിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്ത ബോറടിയാ. ബോറടി മാറ്റാൻ എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോൾ തന്നെ കാണണം തോന്നി. ഞാനെന്താ ചെയ്യണ്ടേ? ഒന്നും വേണ്ട. എൻ്റെ ഫോണിൽ തൻ്റെ ഫോട്ടോ ഇല്ല. നമുക്കൊരു സെൽഫി എടുത്താലോ? ഓഫീസിലുള്ളവർ തൻ്റെ ഫോട്ടോ ചോദിച്ചു. വേണമെങ്കിൽ വിവാഹത്തിന്റെ ആൽബം എടുത്ത് കൊണ്ടുപോവാലോ, അവർക്ക് കാണിച്ചു കൊടുക്കാൻ. അതൊന്നും വേണ്ട. നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു സെൽഫി എടുക്കാം. താൻ വാ. അലക്കി വിരിച്ച വേഷത്തിലാ ഞാൻ. അതിനെന്താ, ഏത് വേഷത്തിൽ നിന്നാലും താൻ സുന്ദരിയല്ല.
ഹ്.